ഇന്ത്യൻ റെയിൽവേയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും മുൻപൊരു അപേക്ഷ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലേക്ക് 10ാം ക്ലാസ് ബേസിൽ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ നേരിടുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. അതുകൊണ്ട് അപേക്ഷിക്കേണ്ട യോഗ്യത, ലാസ്റ്റ് ഡേറ്റ്, ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ് ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഇത് കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട മൊത്തം ഗൈഡ് ലൈൻസും അവിടെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ വളരെ മികച്ചൊരു അവസരമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല രീതിയിൽ തയ്യാറെടുക്കാനായിട്ട് സൈലത്തിൽ ഇതിനാവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. RRB ഗ്രൂപ്പ് ഡി ഫോക്കസ് ബാച്ചിലൂടെ നല്ല രീതിയിൽ നമുക്ക് പഠിച്ച് മുന്നേറാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈ കോഴ്സിനെ പറ്റി അറിയാനുമായിട്ട് ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ അസിസ്റ്റൻസും കാര്യങ്ങളെല്ലാം തന്നെ സൈലത്തിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. റെയിൽവേയുടെ മിനിമം 10ാം ക്ലാസ് ഉള്ള ഒരു നോട്ടിഫിക്കേഷൻ മുൻപ് വന്ന കാര്യം സീരിയൽ നമ്പർ 08/2024 മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങൾ, അതായത് ഇതുമായി റിലേറ്റ് ചെയ്തതിൻ്റെ അപേക്ഷിക്കുന്ന പ്രശ്നങ്ങൾ വന്ന സമയത്തും അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ റെഗുലറായിട്ട് തന്നെ നമ്മൾ ഉദ്യോഗാർത്ഥികൾ സംശയങ്ങൾ ചോദിക്കുന്നതിൻ്റെ ബേസിസിലായിട്ട് നമ്മൾ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിരിക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ സീരിയൽ നമ്പർ 08/2024 അപേക്ഷ വിളിച്ചത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏകദേശം അപേക്ഷ തുടങ്ങിയത് 22/1/2025 ഡേറ്റ് ഓഫ് പബ്ലിക്കേഷനാണ് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന ടൈമാണിത്. അപേക്ഷ കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നത് 23/1/2025 അതുപോലെ തന്നെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 22/2/2025, അതായത് ഫെബ്രുവരി മാസം ഏകദേശം 22ാം തീയതി വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇതിന് അപേക്ഷിക്കുന്ന സൈറ്റിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടായിരുന്നു ഉദ്യോഗാർത്ഥികൾ. ആധാറിൻ്റെ OTP വരുന്ന സമയങ്ങൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സൈറ്റ് ലാഗ് ആവുന്നുണ്ടെന്നുള്ളൊരു പ്രശ്നം പലരും പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് സമയം കളയാനായിട്ടില്ല. വളരെ പെട്ടെന്ന് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കുക. പലരും അപേക്ഷാ ഫീസിൻ്റെ കാര്യം പറഞ്ഞത് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അപേക്ഷാ ഫീസ് ഇപ്പോൾ എടുക്കാനില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുക. ഫീസ് പിന്നെ അടച്ചാൽ മതി. ഫീസ് അപേക്ഷ തീരുന്നതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ അപേക്ഷാ ഫീസ് അടക്കേണ്ട ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപേക്ഷ ക്ലോസ് ചെയ്തതിന് ശേഷം 23/2/2025 മുതൽ 24/2/2025 വരെ ഈ ഒരു ഡേറ്റ് വരെ നിങ്ങൾക്ക് ഫീസ് അടക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ അടച്ചാൽ മതി. നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ തന്നെ ഫീസ് അടക്കണം നിർബന്ധമില്ല. അപേക്ഷ സമർപ്പിച്ച് ഈ ഒരു ഡേറ്റിൻ്റെ ഇടയിൽ നിങ്ങൾ ഫീസ് അടച്ചാലായിട്ട് മതി. നിങ്ങൾ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവസാന സമയത്ത് സൈറ്റ് കിട്ടാതെ ആവുകയോ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് അപേക്ഷയിൽ വന്നു കഴിഞ്ഞാൽ വളരെ പ്രശ്നമാകും. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും, നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞു, അപേക്ഷയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇനി വരുത്തണം, എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്തണമെന്നുണ്ടെങ്കിൽ 25/2/2025 മുതൽ 6/3/2025 വരെ ആപ്ലിക്കേഷൻ കറപ്ഷൻ ഡേറ്റ് ഉണ്ടാവുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. തെറ്റുകൾ തിരുത്താനുള്ളൊരു സമയമാണിത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടെങ്കിൽ ഫീസ് അടച്ചിട്ട് ഇത് മാറ്റാനായിട്ട് സാധിക്കും. ഫീസ് ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വിവിധ പോസ്റ്റുകളിലേക്കായിരുന്നു ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. 32,000-ൽ കൂടുതൽ ഒഴിവുകൾ, 32,438 ഒഴിവുകളിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 to 36 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക്. OBC SC STക്ക് എല്ലാം പ്രായത്തിൽ ഇളവുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിരവധി പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അത് കണ്ടാൽ മതി. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ വിവരങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇത് ജസ്റ്റ് ലാസ്റ്റ് ഡേറ്റ് ആവാനായി പലരും അപേക്ഷിക്കുന്നതിൽ ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട്. ഇതിന് മുൻപ് നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിന് അപേക്ഷാ ഫീസ് 500 രൂപയുണ്ട്. അതിൽ 400 രൂപ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കയറും. പലരും ചോദിക്കുന്നുണ്ട്, ഇതുവരെ നമ്മൾ പരീക്ഷ എഴുതിയിട്ട് റെയിൽവേൻ്റെ ഒന്നും കയറിയിട്ടില്ല, കാലതാമസം എടുക്കും, നല്ല കാലതാമസം ഉണ്ടാകും, പക്ഷേ അത് തിരിച്ച് കയറുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 100 രൂപ അതിന് പിടിക്കുന്നതുമായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 400 തിരിച്ച് കയറി 100 രൂപയാണ് പരീക്ഷാ ഫീസായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഈ 400 രൂപ തിരിച്ച് കയറത്തുള്ളൂ. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 400 രൂപ തിരിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കും, ആ ഒരു അക്കൗണ്ടിലേക്കായിരിക്കും ഇത് തിരിച്ചു കയറുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ
ഫീമെയിൽസ് SC/ST ഉദ്യോഗാർത്ഥികൾക്കെല്ലാം 250 രൂപയാണ് അപേക്ഷാ ഫീസ്. ഈ 250 രൂപയും നിങ്ങൾ പരീക്ഷ എഴുതിയാൽ ഫസ്റ്റ് സ്റ്റേജ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു കയറുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. 10ാം ക്ലാസ് ആണ് യോഗ്യത. നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള എല്ലാവരും താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടാൽ മാത്രം മതി. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ വിവരങ്ങളും അതിൽ നിന്ന് ലഭിക്കും. അപേക്ഷിക്കാനുള്ള ലിങ്കും ഈ ഒരു നോട്ടിഫിക്കേഷനും എല്ലാം അതിൽ നിന്ന് ലഭിക്കും. അപ്പോൾ അതൊന്ന് കാണുക. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് മാത്രം മതി. ക്വാളിഫിക്കേഷൻ പറഞ്ഞു, ഏജ് ലിമിറ്റ് പറഞ്ഞു, അതുപോലെ തന്നെ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് നമ്മൾ പറഞ്ഞു, ആപ്ലിക്കേഷൻ പബ്ലിഷ് ചെയ്ത പറഞ്ഞു, സ്റ്റാർട്ടിംഗ് ഡേറ്റ് പറഞ്ഞു, എൻഡിങ് ഡേറ്റ് പറഞ്ഞു, അതുപോലെ തന്നെ ഫീസ് അടക്കാനുള്ള സമയവും കാര്യങ്ങളും പറഞ്ഞു, വിൻഡോ ഫോർ ആപ്ലിക്കേഷൻ കറപ്ഷൻ പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ മുൻപ് ചെയ്ത വീഡിയോ കാണുക. അതിൽ എന്തൊക്കെ പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ, വേക്കൻസി കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കുറച്ചും കൂടി ആഴത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളത് കണ്ടതാണെന്നുണ്ടെങ്കിലും അപേക്ഷിക്കാനുള്ള ലിങ്കോ മറ്റെന്തെങ്കിലും ഈ ഒരു നോട്ടിഫിക്കേഷൻ വേണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടേക്കുക. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ, അപ്ലൈ ചെയ്യേണ്ട ലിങ്ക്, അതുപോലെ തന്നെ ആ വീഡിയോയിലെ എല്ലാ കാര്യങ്ങളും പറയുന്നുമുണ്ട്. സോ ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി പെട്ടെന്ന് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ റെയിൽവേൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്.